കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിനായുള്ള സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് രാഷ്ട്രീയ മുന്നണികൾ കടന്നിരിക്കുകയാണ്. ഇടതുപക്ഷം ഇതിനുള്ള പ്രാഥമിക ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ ഫെബ്രുവരി 2-ാം വാരത്തോടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് നീങ്ങാനാണ് ഒരുക്കം. എന്നാൽ BJP മറ്റ് മുന്നണികളെക്കാൾ മുമ്പേ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരത്തിലേക്ക് കടക്കാനുള്ള തന്ത്രമാണ് ആവിഷ്കരിക്കുന്നത്. ജനുവരി 24-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തുന്ന സന്ദർഭം തിരുവനന്തപുരം തദ്ദേശ തെരഞ്ഞെടുപ്പിലെ BJP വിജയാഘോഷത്തിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരത്തിൻ്റെ തുടക്കമാക്കി മാറ്റുകയാണ് പാർട്ടിയുടെ ലക്ഷ്യം. ഇതിനു മുന്നോടിയായി ജനുവരി 2-ാം വാരത്തിനുള്ളിൽ തന്നെ BJP തങ്ങൾ A ക്ലാസ് ആയി കണക്കാക്കുന്ന 34 നിയമസഭാ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണ് സാധ്യത. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച വോട്ട് വിഹിതത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് BJP ഈ മണ്ഡലങ്ങളെ 3 കാറ്റഗറികളായി തരംതിരിച്ചിരിക്കുന്നത്. അതായത് 40,000-ന് മുകളിൽ വോട്ട് നേടിയ 9 മണ്ഡലങ്ങൾ: നേമം, കാട്ടാക്കട, കഴക്കൂട്ടം, ചെങ്ങന്നൂർ, മലമ്പുഴ, എലത്തൂർ, കാസർഗോഡ്, മഞ്ചേശ്വരം, അരൂർ. ഈ മണ്ഡലങ്ങളിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും BJP ശ്രദ്ധേയമായ മുന്നേറ്റം നടത്തിയിരുന്നു. 5 മണ്ഡലങ്ങളിൽ 45,000-ലധികം വോട്ടുകൾ നേടാൻ കഴിഞ്ഞതും പാർട്ടിയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. 35,000-നും 40,000-നും ഇടയ്ക്ക് വോട്ട് നേടിയ 12 മണ്ഡലങ്ങളുമുണ്ട്. അതായത് കോവളം, വട്ടിയൂർക്കാവ്, പാറശാല, ചിറയൻകീഴ്, കൊട്ടാരക്കര, പുതുക്കാട്, ഇരിങ്ങാലക്കുട, കൊടുങ്ങല്ലൂർ, നാട്ടിക, ഒറ്റപ്പാലം, പാലക്കാട്, മാവേലിക്കര. മുൻകാലങ്ങളിൽ വലിയ സ്വാധീനം ഇല്ലാതിരുന്ന മണ്ഡലങ്ങളിലേക്കും BJP കടന്നു വരുന്നുവെന്നതിൻ്റെ സൂചനകളാണിവ. ഇനി 30,000-നും 35,000-നും ഇടയിൽ വോട്ട് നേടിയ 13 മണ്ഡലങ്ങളാണുള്ളത്. തിരുവനന്തപുരം, ആറ്റിങ്ങൽ, കുന്നത്തൂർ, ആറന്മുള, കരുനാഗപ്പള്ളി, കുണ്ട്ര, ചേലക്കര, വടക്കാഞ്ചേരി, മണലൂർ, ഷൊർണൂർ, കുന്നമംഗലം, കോഴിക്കോട് നോർത്ത്, നെന്മാറ. ഈ മണ്ഡലങ്ങളിൽ BJP ദീർഘകാല വളർച്ചയ്ക്ക് അനുയോജ്യമെന്ന് വിലയിരുത്തുന്നു. ഇനി സാധ്യതയുള്ള പ്രധാന BJP സ്ഥാനാർത്ഥികളെ നോക്കാം. അതായത് നേമത്ത് രാജീവ് ചന്ദ്രശേഖരൻ സംസ്ഥാന അധ്യക്ഷനായി, വട്ടിയൂർക്കാവിൽ R ശ്രീലേഖ, കഴക്കൂട്ടം V മുരളീധരൻ, അരൂര് ശോഭാ സുരേന്ദ്രൻ, ചെങ്ങന്നൂർ സന്ദീപ് വാചസ്പതി, കാട്ടാക്കട PK കൃഷ്ണദാസ്, കൊടുങ്ങല്ലൂർ അല്ലെങ്കിൽ തൃശ്ശൂർ K സുരേന്ദ്രൻ, മഞ്ചേശ്വരം ML അശ്വിനി, മലമ്പുഴ ശ്രീകൃഷ്ണകുമാർ. ഇവരിൽ പലരും ഇതിനകം തന്നെ തങ്ങളുടെ മണ്ഡലങ്ങളിൽ സജീവ പ്രവർത്തനം ആരംഭിച്ചതായി പാർട്ടി വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. BJP എല്ലാ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ നിർത്തുമെങ്കിലും ഈ 34 മണ്ഡലങ്ങളിലാണ് പ്രധാന ശ്രദ്ധ. ശക്തമായ സ്ഥാനാർത്ഥികളെ മുൻകൂട്ടി പ്രഖ്യാപിച്ച് സംഘടനാ പ്രവർത്തനവും പ്രചാരണവും നേരത്തെ ആരംഭിക്കുകയാണ് BJPയുടെ ലക്ഷ്യം. തദ്ദേശ തെരഞ്ഞെടുപ്പിലെയും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെയും വോട്ട് വിഹിതം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് മാറ്റാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് പാർട്ടി. ജനുവരി 2-ാം വാരത്തോടുകൂടി സ്ഥാനാർത്ഥി പ്രഖ്യാപനമുണ്ടായാൽ മറ്റ് മുന്നണികളേക്കാൾ മുമ്പേ പ്രചാരണ രംഗത്തേക്ക് ഇറങ്ങുന്ന കക്ഷിയായി BJP NDA മാറുമെന്നതിൽ യാതൊരു സംശയവുമില്ല.